പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി നൽകി ഒരു കഷ്ടാനുഭവ ഞായറിൻ്റെ സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിവരുത്തി. അതിന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങൾ അതെല്ലാം തന്നെ വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുന്ന വിഷയം കുരിശ് മശിഹായുഗത്തിൻ്റെ പുതുദർശനം, ക്രോസ് എ ന്യൂ വിഷൻ ഓഫ് ദ മെസിയാനിക് ഏജ്. സാധാരണയായി ദൈവശാസ്ത്ര പഠനമില്ലാത്തവർക്ക് ആ ഒരു ശീർഷകം അത്ര എളുപ്പം മനസ്സിലാകുന്നതല്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും ദൈവകൃപയിൽ ജീവിക്കുന്നവർക്കും ആ ശീർഷകം മനസ്സിലായില്ല എങ്കിലും അതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അത്തരമൊരു ജീവിതം ക്രമപ്പെടുത്താൻ കഴിയുന്നതാണ്. കുരിശിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അത് കഷ്ടപ്പാടുകളുടെയും രക്ഷയുടെയും പ്രതീകമാണ് എന്ന് നാം ഉറക്കെ പറയും. പരമമായ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് അത് എന്ന് നാം ഉറക്കെ പറയും. എന്നാൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ക്രൂശിൻ്റെ സാംഗത്യം വ്യത്യസ്തമാണ്. അത് നമ്മളാൽ ഉളവാക്കിയതല്ല. യേശു തന്നെ പറഞ്ഞു, ഇഫ് എനിവൺ വോണ്ട്സ് ടു ഫോളോ മീ, let him or her deny herself or himself and follow me. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ പരമമായ സത്യമാണ് അരക്കിട്ടുറപ്പിക്കുന്നത്. അതായത് ഇത് വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രൂശിൻ്റെ ദർശനം അവനവൻ്റെ ജീവിതവുമായുള്ള ബന്ധത്തിലും അവനവനിൽ ഭരമേൽപ്പിക്കപ്പെട്ടത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുമാണ് വ്യാഖ്യാനിക്കേണ്ടത്. പഴയ നിയമകാലത്ത് മശിഹായുടെ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായപ്പോൾ ജനങ്ങളിലുണ്ടായ ഒരു ചിന്ത അത് ലൗകിക ആധിപത്യത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളുമായുള്ള ഒരു മശിഹാത്വമാണ്. ഈ വാചകം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അല്പം കൂടി പറഞ്ഞാൽ, യേശു വരുമ്പോൾ കുരുത്തോലയ്ക്ക് പകരം കയ്യിൽ വാളും, വരുന്ന വാഹനമായി കുതിരയ്ക്ക് പകരം കഴുതയ്ക്ക് പകരം കുതിരയും, മുഖത്ത് തേജസ്സിൻ്റെ ഭാവത്തിനപ്പുറമായി രൗദ്രഭാവവുമാണ് മശിഹാ ദർശനത്തിൽ പഴയ നിയമകാലത്ത് ഒരുപക്ഷെ ജനം പ്രതീക്ഷിച്ചത്. എന്നാൽ യേശുവിലൂടെ ക്രൂശിൻ്റെ ദർശനം തന്നെ വ്യത്യസ്തപ്പെട്ടു. വളരെ വ്യത്യസ്തമായ ഒരു ആശയം ക്രൂശ് യേശുവിലൂടെ ലോകത്തിന് നൽകപ്പെട്ടു. അതിങ്ങനെയാണ്: only a victim can be a victor. ഇരയാക്കപ്പെടുന്നയാൾക്ക് മാത്രമേ ഒരു വിജയശ്രീലാളിതനായ വ്യക്തിയായി മാറാൻ കഴിയുമെന്ന് യേശുവിൻ്റെ ജീവിതം നമ്മെ കൃത്യമായി പഠിപ്പിച്ചു. അതുമാത്രവുമല്ല, യേശുവിൻ്റെ ക്രൂശാരോഹണം പഠിപ്പിച്ചത് യഥാർത്ഥ മഹത്വം അധികാരത്തിൻ്റെ ഉറപ്പിക്കലില്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും പ്രകടനത്തിലാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. അപ്പോൾ മശിഹാ ദർശനമെന്ന പഴയ നിയമ കാലത്തെ ജനത്തിൻ്റെ താല്പര്യമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടിമത്വത്തിൻ്റെയും ഭീകരമായ ജീവിത പന്ഥാവുകളിലും അവരെ രക്ഷിക്കുവാൻ പക്കമായ വാളെടുക്കുന്ന രൗദ്രഭാവമുള്ള ഒരു കുതിരച്ചേവകനെ പോലെ വരുന്ന ഒരു വ്യക്തിയായി ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞു, അങ്ങനെയല്ല. എവിടെ അനുകമ്പയും കരുണയും സ്നേഹത്തിൻ്റെ പ്രകടനമുണ്ടോ അവിടെയാണ് മശിഹാ ദർശനമെന്ന് യേശു കാട്ടിത്തരുകയാണ്. അതുകൊണ്ട് കുരിശ് മശിഹാ ദർശനത്തിൻ്റെ ആത്യന്തികമായ ഒരു പ്രകടനമായി മാറിയെന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനപ്പുറമായി യേശു വ്യക്തമായ വ്യത്യസ്തമായ ഒരു ദർശനം നൽകി. ഒരുപക്ഷെ ജനത്തിന് അത് താല്പര്യമില്ലാതിരുന്നുവെങ്കിലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എങ്കിൽ യേശുവിൻ്റെ ക്രൂശിൻ്റെ ദർശനം
വ്യത്യസ്തമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ക്രോസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ചക്രവർത്തിയെ നമ്മളത് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ വിചാരം. അത് മറ്റാരുമല്ല, കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തിയാണ്. കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തിയെ സംബന്ധിച്ച് പറയുന്നത് ക്രൈസ്തവ മതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കോൺസ്റ്റന്റൈൻ. അല്പം കൂടെ പിന്നോട്ട് പോയാൽ കോൺസ്റ്റന്റൈന് കുരിശുമായി ഒന്ന് ബന്ധപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരമ്പരാഗതമായി ക്രൂശിന് ഒരു അർത്ഥമുണ്ടായിരുന്നു. അഗസ്റ്റസ് സീസറിൻ്റെ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ ഡിസെൻഡേഴ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിമത ശബ്ദം ഉയർത്തുന്നവരെയും ക്രിമിനലുകളെയും ശിക്ഷിക്കുന്നതായിരുന്നു കുരിശ് എന്ന് ചരിത്രരേഖയുണ്ട്. ചക്രവർത്തിയായ തിബരിയസിൻ്റെ കാലത്ത് പറയപ്പെടുന്നു, ക്രിമിനലുകൾ ഏറ്റവും ഹീനമായവർക്ക് മാത്രം കൊടുത്തിരുന്നതാണ് ക്രൂശ് എന്നും ചരിത്രരേഖകൾ പറയുന്നു. ചക്രവർത്തിയായ നീറോയുടെ കാലത്ത് ഇറ്റ് വാസ് യൂസ്ഡ് ടു പണിഷ് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികളെ ഒരുപക്ഷെ ശിക്ഷിക്കാനായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചരിത്രരേഖകളില്ല എങ്കിലും ചരിത്ര അനുബന്ധ ആശയങ്ങൾ പറയുന്നത് കോൺസ്റ്റന്റൈൻ രാജാവ് അത് നിർത്തിയെന്നാണ്. ക്രൂശാരോഹണത്തിൻ്റെ ആ ഒരു കാര്യമേ നിർത്തിയെന്നാണ്. ഇത് പറയുമ്പോഴും നിങ്ങൾ പത്രം വായിക്കുന്നവർക്കറിയാം, 997 സുഡാനിൽ ഒരു യുദ്ധസമയത്ത് കൊള്ളയടിച്ചതിൻ്റെ പേരിൽ 3 പേരെ ക്രൂശാരോഹണം ചെയ്തതായി നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാകാം. 2005 ഇറാഖിൽ അൽ-ഖ്വയ്ദ ഭീകരവാദികൾ ഒരാളെ ക്രൂശിലേറ്റിയതായിട്ടും നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അവർ അൽ-ഖ്വയ്ദ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ ചരിത്ര അതിൻ്റെ സാഹചര്യം ഞാൻ ഈ മൈക്കിൽ കൂടെ പറയേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നും ആയിക്കൊള്ളട്ടെ, കോൺസ്റ്റന്റൈൻ 4th സെഞ്ച്വറി AD ഒരു പരിധിവരെ ഔദ്യോഗികമായി നിർത്തി ക്രൂശാരോഹണം എന്ന് ചരിത്രരേഖകളില്ല എങ്കിലും ചരിത്ര അനുബന്ധ രേഖകൾ പറയുന്നുണ്ട്. അതിന് അല്പം കൂടി മുന്നോട്ട് പോകട്ടെ. AD 313 ഒരു ഈഡിക്റ്റ് ഓഫ് മിലൻ എന്ന ഒരു രേഖയുണ്ട്. ഇതൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതായിട്ടില്ല. ഇത് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതിയാകും. ആ ഈഡിക്റ്റ് ഓഫ് മിലനിനു ശേഷം റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ അവരോട് മതപരമായ ഒരു സഹിഷ്ണുത കാണിക്കുവാൻ തുടങ്ങി. പീഡനങ്ങൾ അങ്ങനെ അവസാനിച്ചു. AD 325 കോൺസ്റ്റന്റൈൻ്റെ നേതൃത്വത്തിൽ കുറേ ദൈവശാസ്ത്ര തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടു. അതിലൊന്നാണ് ഏരിയൻ കോൺട്രവേഴ്സി, അല്ലെങ്കിൽ അരിയൻ ഇവിടെ പറയാം, ഏരിയൻ എന്ന് പറയാം. ഇതൊന്നും നമ്മുടെ ഭാഷയല്ലാത്തതുകൊണ്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഉപയോഗിക്കാം. ഏരിയൻ കോൺട്രവേഴ്സി എന്ന് പറയപ്പെടുന്നത് യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു തർക്കമുണ്ടായി. അതാരംഭിച്ചത് ഈജിപ്തിലെ ഒരു വൈദികനായ ഏരിയസ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം അല്ലെങ്കിൽ ആ കോൺട്രവേഴ്സി തർക്കത്തിൻ്റെ മുഖമായി മാറിയത് ഈ ഏരിയസ് എന്ന മനുഷ്യനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം യേശുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ അസ്തിത്വത്തിൽ എങ്ങനെയാണ് യേശുവിൻ്റെ വരവെന്നും ശുശ്രൂഷയെന്നും മടങ്ങിവരവ് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു ഏരിയൻ കോൺട്രവേഴ്സി ഉണ്ടായി. എന്നാൽ 325 AD നിഖ്യയിലെ ആദ്യത്തെ കൗൺസിൽ കോൺസ്റ്റന്റൈൻ വിളിച്ചു കൂട്ടുകയാണ്. അവിടെ വച്ച് രാജാധികാരം ഉപയോഗിച്ചുകൊണ്ട് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന പ്രമാണരേഖ പോലെ യേശുവിൻ്റെ ജനനം ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് പോയതെന്നും ഇങ്ങനെയാണ് അവസാനിച്ചതെന്നും ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് ഒരു പൊതു തത്വമുണ്ടാക്കി. അത് കോൺസ്റ്റന്റൈനാണ് അത് രൂപകൽപ്പന ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ആക്കം കൂട്ടുകയോ ചെയ്തത്. ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന നിഖ്യാവിശ്വാസ പ്രമാണവും അപ്പോസ്തല വിശ്വാസ പ്രമാണവും എപ്പിസ്കോപ്പൽ സഭകളുടെ ഭാഗമാകുവാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സാൽവേഷൻ ആർമി പോലെയുള്ള പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ പോലെയുള്ള സഭകളെ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തതെന്ന് പറഞ്ഞാൽ, ഈ പറയപ്പെട്ട 325 AD ഫസ്റ്റ് കൗൺസിൽ ഓഫ് നൈസിയ നിഖ്യയിലെ അവിടെ വച്ച് യേശുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒത്തിരി സംശയങ്ങൾക്കും ഒത്തിരി തർക്കങ്ങൾക്കും വിരാമമായി. അതിന് കാരണഭൂതമായത് ഈ കോൺസ്റ്റന്റൈൻ എന്ന വ്യക്തിയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കോൺസ്റ്റന്റൈൻ്റെ സമയത്തും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ക്രൂശാരോഹണത്തിൻ്റെ സാധ്യതയും അല്ലെങ്കിൽ ക്രൂശാരോഹണവും
ശിക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺസ്റ്റന്റൈൻ ഇത് എന്നേക്കുമായി അബോളിഷ് ചെയ്തു എന്നൊരു രേഖയൊന്നും ചരിത്രപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞ കോൺസ്റ്റന്റൈന് ഉണ്ടായ മനസ്സിൻ്റെ മാറ്റവും ഈ ക്രൂശാരോഹണത്തിൻ്റെ ഹീനതയും അതിലുപരിയായി സമൂഹത്തിലുണ്ടായ മറ്റു മാറ്റങ്ങളും കൊണ്ട് ഒരുപക്ഷെ ക്രമാനുഗതമായി ഈ ക്രൂശാരോഹണത്തിന് മാറ്റമുണ്ടായി എന്ന് വരാം. എന്നാൽ കോൺസ്റ്റന്റിനുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇങ്ങനെയാണ്. പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് കോൺസ്റ്റന്റൈൻ്റെ ഒരു യുദ്ധമായ ബാറ്റിൽ ഓഫ് മെലീവിയൻ യുദ്ധം. ഇതൊന്നും ഓർത്തിരിക്കേണ്ട, ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മെലീവിയൻ യുദ്ധ സമയത്ത് ഒരിക്കൽ കോൺസ്റ്റന്റൈൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ദർശനമുണ്ടായി. യുദ്ധത്തിൻ്റെ മുഖത്ത് എല്ലാ രാജാക്കന്മാരും പ്രതിസന്ധിയിലാണ്. കോൺസ്റ്റന്റൈൻ ആകാശത്തേക്ക് നോക്കിയ ദർശനത്തിൽ ആ ദർശനം ഇങ്ങനെ ഒരു വാക്ക് കോൺസ്റ്റന്റൈൻ എഴുതി കാണിച്ചു എന്ന് പറയുക: ഇൻ ഹോക്ക് സിഗ്നോ വിൻസസ്. മനസ്സിലായോ? മനസ്സിലായോ? ഇൻ ഹോക്ക് സിഗ്നോ വിൻസസ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. അത് ലത്തീൻ ഭാഷയിലാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: ഇൻ ദിസ് സൈൻ യു വിൽ കോൺകർ. ഈ അടയാളത്തിൽ നിങ്ങൾ കീഴടക്കുമെന്ന ഒരു ആലേഖനം കോൺസ്റ്റന്റൈൻ വായിച്ചു എന്നാണ് പറയപ്പെടുക. ഇത് ഒരടയാളമായി എടുത്തുകൊണ്ട് കോൺസ്റ്റന്റൈൻ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ കുരിശ് ഒരടയാളമായി സ്വീകരിക്കുകയും തൻ്റെ പടയാളികളോട് തങ്ങൾ ഉപയോഗിക്കുന്ന ഷീൽഡ് എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് മനസ്സിലായ ഷീൽഡെന്ന് ഞങ്ങളുടെ കാലത്തെ ഷീൽഡ് ഞങ്ങൾ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആരോമലുണ്ണിയും ഉണ്ണിയാർച്ചയും വേലിത്തമ്പി ദളയെ കണ്ടിട്ട് ഞങ്ങൾ അടുക്കളയിൽ പോയി ഇഡലിയുടെ കുട്ടകത്തിൻ്റെ തട്ടെടുത്തിട്ട് അതും കയ്യിലിരിക്കുന്ന മുരിങ്ങയ്ക്കായും എടുത്ത് ചേട്ടനും എന്നുമൊക്കെ തമ്മിൽ തല്ലിയതും അതിങ്ങനെ അടിച്ചതും മുരിങ്ങയ്ക്ക പൊട്ടിപ്പോകുന്നതും പിന്നെ അമ്മയുടെ കയ്യിൽ തല്ലു വാങ്ങിക്കുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ആയുധങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഈ ഷീൽഡ് എന്താണെന്ന് മനസ്സിലാകില്ല. ഇഡലിക്കുട്ടകം നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ ഉണർന്നു വരുമ്പോഴേക്കും ഇഡലിക്കുട്ടകം കഴുകി അത് വെക്കേണ്ട സ്ഥാനത്ത് വെച്ച് കാണും. ഇഡലി മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇഡലിക്കുട്ടകം നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാകത്തില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്ന് കാണണം ഇഡലിക്കുട്ടകം എന്താണെന്ന്. നമ്മുടെ ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മുറ പോലുള്ള 6ഉം 7ഉം ഇഡലിയുടെ സൈസിലുള്ള ഒരു സാധനമാണ് ഷീൽഡ് പോലുള്ള ഇഡലിക്കുട്ടകം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. 12 മണിക്ക് എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് ഇഡലി പാത്രം കഴുകി കാണാത്തത് കൊണ്ട് ഒരു പക്ഷേ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺസ്റ്റന്റൈൻ പറഞ്ഞു ഇനിയുള്ള യുദ്ധങ്ങളിൽ ഈ നമ്മുടെ ഷീൽഡിൻ്റെ മുൻപിൽ ക്രോസ് അടയാളമായി സൂക്ഷിക്കണം പറയുക. അപ്പോൾ ഈ ബാറ്റിൽ ഓഫ് മെലീവിയനിൽ കോൺസ്റ്റന്റിനുണ്ടായ ഒരു വിജയമുണ്ട്. ഒരു പക്ഷേ ആ വിജയമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 313 AD ഈഡിക്റ്റ് ഓഫ് മിലാൻ പ്രാബല്യത്തിൽ വരുവാനും ക്രൈസ്തവരുടെ പീഡനം അവസാനിക്കുവാനും ഒരു അവസരമുണ്ടായത് എന്ന് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ക്രൂശിൻ്റെ മഹത്വം കൃത്യമായി കോൺസ്റ്റന്റൈൻ മനസ്സിലാക്കി എന്നുള്ളതാണ് ഒരു 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 ചരിത്ര സത്യം. അതായത് നാളിതുവരെ പല കാര്യങ്ങൾക്ക് ടിബേറിയസും നീറോയും അഗസ്റ്റസ് സീസറൊക്കെ ഉപയോഗിച്ചിരുന്ന ക്രൂശിന് യേശുവിലൂടെ ലഭിച്ച ആ സിഗ്നിഫിക്കൻസ് അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ക്രൈസ്തവ ലോകത്തിന് ഒരു ബലം കൊടുത്തതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കോൺസ്റ്റന്റൈനും ക്രോസുമായുള്ള ബന്ധത്തിൻ്റെ ഒരാധാരമായി ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് യേശുവിൻ്റെ മരണവും ക്രൂശാരോഹണവുമൊക്കെ നിത്യജീവനിലേക്ക് വഴി തുറന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഹിസ് ഡെത്ത് വാസ് നോട്ട് ഇൻ വെയിൻ. അവൻ്റെ ക്രൂശാരോഹണം ഒരിക്കലും ഒരു അല്ലെങ്കിൽ നമുക്ക് ദുരിതമുണ്ടാക്കുന്ന രീതിയിലായിരുന്നില്ല. അത് നാശയോഗ്യമായിരുന്നില്ല. പാപത്തിൻ്റെ ആത്യന്തികമായ പ്രായശ്ചിത്തത്തിന് അത് മുഖാന്തരമായി, ദൈവവുമായുള്ള അനുരഞ്ജനത്തിന് അത് ഉപകാരമായി, രക്ഷയിലേക്കുള്ള വഴി തുറക്കുവാൻ അത് ഉപകാരമായി എന്നൊക്കെ നാം പറയുമ്പോൾ ക്രൂശിൻ്റെ ഈ പരിവേഷം അല്ലെങ്കിൽ കാലഘട്ടത്തിലുള്ള മാറ്റം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആ കാലഘട്ടത്തിലെ മാറ്റമാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ക്രിസ്തുവോ
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ക്രൂശിൻ്റെ ഒരർത്ഥം പൗലോസ് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ക്രൂശിനെ പുൽകുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആവർത്തന പുസ്തകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആവർത്തന പുസ്തകമാണ് മെശിഹായെ പരിചയപ്പെടുത്തുന്ന പുസ്തകമായി ഒരു പക്ഷേ അല്പം ഡീറ്റെയിൽഡായിട്ട് കാണുക. ക്രൂശിനും യേശുവിനും തമ്മിലുള്ള ബന്ധവും ആ യേശുവും മോശയുമായുള്ള ബന്ധത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാകാം ഒരു പക്ഷേ ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം. അവൻ ക്രൂശിന് സമനാണ് എന്ന് നമുക്ക് ബോധ്യം തരുന്നൊരു ഭാഗം കൂടിയാണ്. പരിമിതികളുടെ മധ്യേ ജീവിക്കുന്ന ഒരു ജനം, ഒരു കൂട്ടം ജനം, ആ ജനത്തിന് മോശ ഒരു പുതിയ ലോകക്രമം പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ മശിഹാ യുഗത്തെ പരിചയപ്പെടുത്തുകയാണ്. അല്പം കൂടി പറഞ്ഞാൽ തകർന്നവന് ഒരു പ്രതീക്ഷ മോശ നൽകുകയാണ്. നിങ്ങളുടെ തകർച്ചയ്ക്ക് അന്ത്യം കുറിക്കുമെന്ന് പറയുക. എന്താണ് ആ അന്ത്യം കുറിക്കലിൻ്റെ പ്രത്യേകത? അതിങ്ങനെയാണ്, മിശിഹ വരും എന്ന പ്രതീക്ഷയുടെ വാഗ്ദത്തമാണ് നമ്മുടെ മോശ നൽകുന്നത്. നമുക്കറിയാം, സീനായ് മരുഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഒരു പിറുപിറുപ്പിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പിറുപിറുത്തത്? അത് പറയുമ്പോഴാണ് നമ്മൾക്ക് ഇസ്രായേലോട്ട് ഒത്തിരി ബന്ധമുണ്ടെന്ന് തോന്നിപ്പോകുന്നത്. സീനായ് മരുഭൂമിയിൽ ഇസ്രായേലിലെ ജനം വീണ്ടെടുക്കപ്പെട്ടുവെങ്കിലും അവർ പിറുപിറുത്തത് എന്തിനു വേണ്ടി അറിയാമോ? ഇറച്ചിക്കലങ്ങളെ ഓർത്താണ്. പണ്ട് കഴിച്ച ഇറച്ചിയെ ഓർത്താണ് അവർ പിറുപിറുപ്പുണ്ടാക്കിയത്. അന്ന് ഇന്ന് നമുക്ക് പഥ്യമാണ് ഇറച്ചി, ഇല്ലേ? ഞാനെപ്പോഴും പറയും, നമ്മൾ എപ്പോഴും ക്ലെയിം ചെയ്യുന്നതാണ് നമ്മളങ്ങ് ബ്രാഹ്മണന്മാരെന്നങ്ങ് മുക്കിയതാ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കുത്തു കൊള്ളണ്ടുണ്ടായി. ഒരു കാര്യം ഓർപ്പിക്കാം, ഇറച്ചിയുടെ ആർത്തി കാണുമ്പോൾ അറിയാം ഇത് ബ്രാഹ്മണനൊന്നുമല്ല. കാരണം യേശു തമ്പുരാൻ എവിടെ ഇറച്ചിയൊന്നും അത്ര കഴിച്ചായിട്ടൊന്നും രേഖയൊന്നുമില്ല. ഇറച്ചിയുടെ ആർത്തി കാണുമ്പോൾ അത് കൃത്യമായിട്ട് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന് കാണുമെന്ന് ഏറെക്കൊരു ധാരണ ഉണ്ടാകുന്നതല്ല. മതിലേ കിളിച്ചെന്നൊന്നും ആരും പറഞ്ഞു കളയരുത്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൂചിപ്പിക്കുന്ന നല്ലതാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പം മോശ ഈ പിറുപിറുപ്പുണ്ടായപ്പോൾ ദൈവത്തിനും ഇസ്രായേലിനും മധ്യേ നിന്നുകൊണ്ട് ഒരു മധ്യസ്ഥനായി നിന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞതാണ് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ആരെങ്കിലും വായിക്കുന്ന നല്ലതാണ്. ആവർത്തന പുസ്തകം 18-15. എങ്ങനെ എഴുതിയേക്കുന്നത് മലയാളത്തിൽ? ഇംഗ്ലീഷിൽ ഇങ്ങനെ, ദ ലോർഡ് യുവർ ഗോഡ് വിൽ റൈസ് അപ്പ് ഫോർ യു എ പ്രോഫറ്റ് ലൈക്ക് മീ ഫ്രം എമംഗ് യു ആൻഡ് യു മസ്റ്റ് ലിസൺ ദം. എന്താ മലയാളത്തിൽ എഴുതിയേക്കുന്നത്? അപ്പം മോശ പറയുന്നത്, ഇനി വരാൻ പോകുന്നവൻ നിങ്ങളുടെ ബലഹീനതകളെ അറിയാൻ കഴിയാത്തവനല്ല. നിങ്ങളുടെ ഇടയിൽ ജീവിച്ച് നിങ്ങളുടെ പ്രതിസന്ധികളെ മനസ്സിലാക്കി നിങ്ങളെ അറിയുന്നവൻ ഒരുവൻ വരുമെന്ന് മോശ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്. 18-15 പറയുന്നു, ദ ലോർഡ് യുവർ ഗോഡ് വിൽ റൈസ് അപ്പ് ഫോർ യു എ പ്രോഫറ്റ് ലൈക്ക് മീ ഫ്രം എമംഗ് യു. നിങ്ങൾക്ക് ഞാൻ ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഒരുവൻ എന്നെപ്പോലെ ഒരുവനെ ഉയർക്കും. ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ കുറേ കാലം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം പറഞ്ഞ ഒരാളുടെ ഒരു വാചകം നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ വലിയ രസത്തിന് വലിയ പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ, യേശു മോശയെ പോലെ മോശക്കാരനല്ല എന്ന്. ഈ ബോധം തലയ്ക്കകത്തില്ലാത്തതുകൊണ്ടാണ്, ഈ ഊളയായി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ വാചകം പറയുന്നത്. ഈ വാചകമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും യേശു മോശയെ പോലെ മോശക്കാരനല്ല എന്നൊരു സുവിശേഷകൻ ലോകത്തോട് പറയുകയും അത് കേൾക്കുമ്പോൾ വിശ്വാസികൾ ഹാലലുയ എന്ന് കൈപൊക്കി പറയത്തുമില്ലായിരുന്നു. 18-15 പറയുന്നു, നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന, നിങ്ങളുടെ പിറുപിറുപ്പിന് കാരണമായ വിഷയങ്ങളെ പരിഹരിക്കാൻ എന്നെപ്പോലെ ഒരു മനുഷ്യനെ ഉയർപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് തലമുറകളിലൂടെ പ്രതിധ്വനിച്ചു. അത് വിശ്വാസ ഹൃദയത്തിൽ പ്രതീക്ഷയുണ്ടാക്കി. അങ്ങനെ മിശിഹായുടെ അവതാരമുണ്ടാകിയ ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി യേശു അവതരിക്കുക. ആ വാഗ്ദാന വർത്തമാനത്തിന് ശേഷം
നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, പല സാമ്രാജ്യങ്ങളും ഉണ്ടായി, അത് തകർന്നു. ഒരു പക്ഷേ ഒരു കാര്യം ഇങ്ങനെ പറയാം, ബട്ട് ദ പ്രോമിസ് ദാറ്റ് ഹാസ് ഗിവൺ റിമൈൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. പല സാമ്രാജ്യങ്ങളും തകർന്നു പോയി, പലരും നൂറ്റാണ്ടുകൾക്കുള്ളിൽ മരണപ്പെട്ടു. എന്നാൽ ആ മശിഹായുടെ രക്ഷയുടെ വാഗ്ദാനം ഇറ്റ് റിമൈൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്, അത് മാറ്റമില്ലാതെ തുടരുകയാണ്. എന്താണ്? ദെർ വിൽ ബി എ പ്രോഫറ്റ് ലൈക്ക് മോസസ്. മോശയെ പോലെ ഒരു പ്രവാചകനുണ്ടാകും. ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ വായിച്ചു, ഹീ വാസ് ദ പ്രോഫറ്റ് ലൈക്ക് മോസസ് യെറ്റ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ. മോശയെ പോലെ പ്രവാചകനാണെങ്കിലും അവനേക്കാൾ വലിയവനാണ്. അവിടെയാണ് കുരിശിൻ്റെ വ്യത്യസ്തത ഉണ്ടാകുന്നത്. ഒരു പക്ഷേ കോൺസ്റ്റൻ്റൈൻ്റെ ചിന്തയിലേക്കൊക്കെ നമ്മളത് കടന്നു പോകുമ്പോൾ അവിടെ വെച്ചൊരു തിരിവുണ്ടാകി. എന്താണ്? മോശയുടെ വഴിയിൽ നിന്നും അല്പം ദിശ മാറി ഒരു പരിധി വരെ കാലഘട്ടത്തിനനുസരിച്ച് യേശു ക്രൂശിന് ഒരർത്ഥം നൽകി എന്ന് പറയേണ്ടി വരും. എന്താണ് യേശുവിൻ്റെ ക്രൂശുമായുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത്? പ്രധാനമായിട്ടും 3 ചിന്തകൾ നമുക്ക് ചേർത്ത് ചിന്തിക്കാം. ഒന്ന്, ഹി ഹീൽഡ് ദ സിക്ക്, രോഗികളെ സൗഖ്യമാക്കി. ആൻഡ് കംഫർട്ടഡ് ദ ബ്രോക്കൺ ഹാർട്ടഡ്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചു. ആൻഡ് പ്രൊക്ലൈംഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് അതോറിറ്റി, ആധികാരികതയോടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. എന്താണ് യേശുവിൻ്റെ ദൈവശാസ്ത്രത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആധികാരിക പ്രഖ്യാപനം? ലൂക്കോസ് വിശേഷ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 4:17 നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു വാചകം, നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് പറയപ്പെടുന്ന ഒരു വാക്യമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ആർക്കും കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ആ മോശയെ പോലെ പ്രവാചകനാണ്, എന്നാൽ അവനേക്കാൾ വലിയവൻ. ഹി ഹീൽഡ് ദ സിക്ക്, കംഫർട്ടഡ് ദ ബ്രോക്കൺ ഹാർട്ടഡ് ആൻഡ് പ്രൊക്ലൈംഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് അതോറിറ്റി. ആധികാരികതയോട് പറഞ്ഞു, ഞാൻ വന്നത് എവിടെ തകർച്ചയുടെ വക്കിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനുണ്ടോ അവനെ വിടുവിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ ആധികാരിക പ്രഖ്യാപനമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച സുവിശേഷം ഏതായിരുന്നു? എന്തിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷം? കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷം എന്തിനെ സംബന്ധിച്ചായിരുന്നു? ഓർമ്മയില്ലേ? താങ്ക് യു ജയ ആൻറ്റി, താങ്ക് യു. പകുതി നമ്മുടെ പ്രസമ്മയുടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂനയായ സ്ത്രീയെക്കുറിച്ചാണ്. ദേവാലയത്തിൽ വർഷങ്ങളായി വന്നിരിക്കുന്ന ഒരു സ്ത്രീ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചതിനാൽ വിടുവിക്കപ്പെടുമ്പോൾ അവിടെ പിറുപിറുക്കുന്ന ആരാന്നറിയാം? ആരാ പിറുപിറുക്കുന്നത്? ആ വായിക്കുന്നതിന് അവസാന ഭാഗത്ത്, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ്. അവൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നിനക്ക് വേറെ ഒരു ദിവസവും കണ്ടില്ലേ, ശബത്തിൽ തന്നെ ഇത് വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ക്രൂശ് ഒരുപക്ഷെ മോശയുടെ ദർശനത്തിൽ നിന്നും അല്പം വ്യത്യസ്തപ്പെട്ടു. അല്ലെങ്കിൽ മോശയുടെ ദർശനത്തില്ലെന്ന് ഞാൻ പറയില്ല, ആ കാലത്തെ ജനത്തിൻ്റെ ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായി യേശു കണ്ടത്. ഹി ഹീൽഡ് ദ സിക്ക്, കംഫർട്ടഡ് ദ ബ്രോക്കൺ ഹാർട്ടഡ് ആൻഡ് പ്രൊക്ലൈം ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് അതോറിറ്റി. ആധികാരികതയോടെ നസറേത്ത് മാനിഫെസ്റ്റോ പോലുള്ള ആധികാരിക പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനമാണ് യേശുവിന് ക്രൂശ് കൊടുത്തത്. അല്ലെങ്കിൽ ഒരുപക്ഷെ യേശുവിന് ക്രൂശ് അവാർഡ് ചെയ്യപ്പെടത്തില്ലായിരുന്നു. അപ്പോൾ അതോടുകൂടി യേശുവിൻ്റെ വ്യത്യസ്തമായ ആ ദിശയിലേക്കുള്ള ക്രൂശിൻ്റെ വഴിയിലുള്ള യാത്രയിലൂടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? മശിഹയുടെ യാത്ര അവസാനിച്ചത് ഭൗതിക മഹത്വത്തിൻ്റെ സിംഹാസനത്തിലല്ല, എന്നാൽ ഗോൽഗോഥ കുന്നിലെ പരുക്കൻ കുരിശിലാണ്. ഞാൻ ആവർത്തിക്കുക, മശിഹയുടെ യാത്ര അവസാനിച്ചത് ഭൗമിക മഹത്വത്തിൻ്റെ സിംഹാസനത്തിലല്ല. അതാണ് ഒരു പക്ഷേ പഴയ നിയമത്തിലെ ഇസ്രായേലിയെ താല്പര്യപ്പെട്ടത്. എന്നാൽ ഗോൽഗോഥ കുന്നിലെ ആ പരുക്കൻ കുരിശിലാണ് ഒരു പക്ഷേ അവൻ്റെ യാത്ര അവസാനിച്ചത് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതൊരു പരുക്കൻ കുരിശാണ്. നമ്മുടെ ചുറ്റുപാടുകൾ പള്ളികളിൽ ചെന്നാൽ പലതരത്തിലുള്ള കുരിശുകൾ കാണാം. സെയിൻറ്റ് തോമസ് കുരിശുണ്ട്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ കുരിശുകളുണ്ട്, മുക്കുരിശുണ്ട്, അങ്ങനെ പല പല കുരിശുകളുണ്ട്.
പക്ഷേ ഇവിടെ യേശു പറയുന്നത് ഒരു പരുക്കൻ കുരിശിനെ കുറിച്ചാണ്, ഒരു പരുക്കൻ ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഈ തരുണത്തിൽ ഞാനൊരു വ്യക്തിയെ ഓർത്തു പോവുകയാണ്. 1873 ജനിച്ച് അമേരിക്കയിലെ ഒഹായോയിൽ യങ്സ്റ്റൗൺ എന്ന് പറയപ്പെടുന്ന ടൗണിൽ ജനിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ബെനാർഡ് എന്നാണ്. കൗമാരത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. ടീനേജർ, ഇവിടെ ഇരിക്കുന്ന നിശാന്തിൻ്റെയോ ലിജിൻ്റെയോ ഒക്കെ പ്രായത്തിൽ ഒരു പക്ഷേ പിതാവ് മരിച്ചു പോവുകയാണ്. അതിനുശേഷം വലിയ പ്രാരാബ്ധമുണ്ടാകുക കുടുംബത്തിന്. ഒരുപക്ഷെ ഒരു ഖനിത്തൊഴിലാളിയായ ഈ ജോർജ് ബെനാർഡിൻ്റെ പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ ആ കുടുംബത്തെ കരുപിടിപ്പിക്കാൻ ഈ ജോർജ് ബെനാർഡിന് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. കൗമാരപ്രായം മുതൽ പിതാവിൻ്റെ വഴിയിൽ നടന്ന ഈ ജോർജ് ബെനാർഡ് ഒരിക്കൽ അവസാനം അപ്പൻ പോയ ഖനിയിൽ തന്നെ ഒരു ജോലിക്ക് കയറേണ്ടതായിട്ട് വന്നു. ചരിത്രം പറയുന്നു, അദ്ദേഹം പിന്നീട് സാൽവേഷൻ ആർമി എന്ന ഒരു സഭാപ്രസ്ഥാനത്തിലേക്ക് ചേരുകയും ഒരു പ്രഗത്ഭ പ്രസംഗനായി മാറുകയും ചെയ്തു. അങ്ങനെ പ്രഗത്ഭ പ്രസംഗനായിട്ട് മാറിയ ഈ ജോർജ് ബെനാർഡ് ഓരോ പ്രസംഗം കഴിഞ്ഞും അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിളയ്ക്കുന്നത് ക്രൂശിനെ കുറിച്ചുള്ള ദർശനമാണ്. കാരണം ഈ പരുക്കൻ യാഥാർത്ഥ്യം, തൻ്റെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളും യേശുവിൻ്റെ മശിഹാ പ്രതീക്ഷയുടെ ആ സന്ദേശവുമായുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ കമ്പാരിസണിൽ പ്രസംഗത്തിലുമൊക്കെ ആ പരുക്കൻ കുരിശിനെക്കുറിച്ചും തൻ്റെ ജീവിതത്തിൽ കൗമാരത്തിൽ പിതാവ് വേർപെട്ടതിന് ശേഷം എങ്ങനെയാണ് ഈ കുരിശ് തന്നെ നടത്തിയത് എന്നുള്ള ചിന്തകൾ പലപ്പോഴും വരാറുണ്ട്. ഇന്നത്തെ പോലെ രേഖപ്പെടുത്താൻ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഓരോ പ്രസംഗം കഴിയുമ്പോഴും പോകുന്ന വഴിയിൽ മനസ്സിൽ കുറിക്കുന്ന ദർശനങ്ങളൊന്നും പേപ്പറിലേക്ക് കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു, തൻ്റെ ജീവിതത്തിൽ ഈ പരുക്കൻ കുരിശിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും ഓർമ്മപ്പെടുത്തലും ഉണ്ടാകണം എന്ന് ഒരു ഓർമ്മയുണ്ടാക്കി. അങ്ങനെ പാട്ട് എഴുതാൻ താല്പര്യപ്പെട്ടുവെങ്കിലും പൂർത്തിയാക്കാൻ അദ്ദേഹം വിഷമിച്ചു. എന്നാൽ അദ്ദേഹം ഒരു ദിവസം, പല ദിവസങ്ങളിൽ അദ്ദേഹം മനസ്സിൽ കുറിച്ച വരികളിൽ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കൃത്യമായി തെളിയുകയും കുറിക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വിച്ച് ഈസ് ദ മോസ്റ്റ് ലവ്ഡ് ഹിംസ് ഇൻ ദ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ആദ്യം കാണുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് 1913 ജോർജ് ബെനാർഡ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് ആ പാട്ട് എഴുതിയത്. പല ദിവസങ്ങളും പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികളെല്ലാം മറക്കുന്നുവെങ്കിലും ഒരു വരി മനസ്സിൽ തങ്ങി നിൽക്കും. അതിങ്ങനെയാണ്, ഐ വിൽ ചെറിഷ് ദ ഓൾഡ് റഗഡ് ക്രോസ്. പഴയ പരുക്കൻ കുരിശിനെ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിക്കും എന്നൊരു ചിന്ത. പഴയ പരുക്കൻ കുരിശിനെ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിക്കും. അവൻ്റെ ത്യാഗജീവിതത്തിൽ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാകുവാൻ കാരണഭൂതമായ അതിൻ്റെ വരിയെ അദ്ദേഹം ഇങ്ങനെ ഒരു പക്ഷേ എഴുതിയിട്ടുണ്ട്, ഐ റോട്ട് ഇറ്റ് നോട്ട് വിത്ത് ഇങ്ക് ആൻഡ് പാച്ച്മെൻറ്റ് ബട്ട് വിത്ത് ഹിസ് ബ്ലഡ്. മഷിയും കടലാസും കൊണ്ടല്ല, അവൻ്റെ രക്തം കൊണ്ടാണ് അത് ചമയ്ക്കപ്പെട്ടത്. ആ പാട്ടാണ് ഒരു പക്ഷേ എല്ലാ ഈസ്റ്റർ അല്ലെങ്കിൽ പാഷൻ വീക്കുകളിലുമൊക്കെ കുരിശിനെ സംബന്ധിച്ചുള്ള ധ്യാനത്തിൽ നമ്മൾ പാടാറുള്ള ഓൺ എ ഹിൽ ഫാർ അവേ എന്ന പാട്ട്. അദ്ദേഹം ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം മനസ്സിൽ എല്ലാ വരികളും മറന്നുവെങ്കിലും, സോ ഐ വിൽ ചെറിഷ് ദ ഓൾഡ് റഗഡ് ക്രോസ് ടിൽ മൈ ട്രോഫീസ് അറ്റ് ലാസ്റ്റ് ഐ ലേ ഡൗൺ. ഐ വിൽ ക്ലിങ് ടു ദ ഓൾഡ് റഗഡ് ക്രോസ് ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് സം ഡേ ഫോർ എ ക്രൗൺ. അതായത് കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ കുറിച്ചിട്ടതാണ്. ഇന്ന് ലോകമേറെ കുരിശിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അനുഗ്രഹത്തോടെ പാടുന്ന ഓൺ എ ഹിൽ ഫാർ അവേ എന്ന ആ പ്രധാനപ്പെട്ട പാട്ട് നമുക്കൊന്ന് ചേർത്ത് പാടാം. On a hill far away stood an old rugged cross, the emblem of suffering and shame. And aloud that old cross were the dearest and best for a world of lost sinners was slain. So I'll cherish
till my trophies at last I lay down. I will cling to the old rugged cross and exchange it someday for a crown. ഒന്ന് നിർത്തണേ. ജീവിതത്തിൻ്റെ ദുരിതാനുഭവത്തിൽ യേശുവിൻ്റെ പരുക്കൻ കുരിശും തൻ്റെ ജീവിതാനുഭവമായി ചേർത്ത് വായിച്ചപ്പോൾ ജോർജ് ബെർണാഡിന് ലഭിച്ചത് മശിഹാ പ്രതീക്ഷയുടെ പുതുയുഗമാണ്. എന്നതാ പറഞ്ഞത്? വ്യക്തിജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ക്രൂശിൻ്റെ പ്രത്യാശയും ക്രൂശിൻ്റെ ആവശ്യവും ഒന്നല്ല, വ്യത്യസ്തമാണ്. അദ്ദേഹത്തെ ജോർജ് ബെർണാഡ് മനസ്സിൽ പറയുക, എൻ്റെ ജീവിതത്തിൽ എല്ലാം മറന്നാലും ആ പഴയ കുരിശിനെ, ആ പരുക്കൻ കുരിശ് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ അവസാനത്തെ രണ്ടാമത്തെ സ്റ്റാൻസ കൂടി പാടി നമുക്ക് അതിൻ്റെ കോറസും പാടി നമുക്ക് നിർത്താം. Oh, that old rugged cross, so despised by the world, has a wondrous attraction for me. For the dear Lamb of God loved His glory above to bear it to the Calvary. So I'll cherish the old rugged cross till my trophies at last I lay down. I will cling to the old rugged cross and exchange it someday for a crown. So I'll cherish the old rugged cross till my trophies at last I lay down. I will cling to the old rugged cross. പരുക്കൻ കുരിശിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട മശിഹാ ദർശനത്തിൻ്റെ ആ പുതിയ യുഗത്തെ സ്വീകരിക്കുവാൻ വ്യക്തി ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുരിശുകളെ എടുക്കാം, യാത്ര ആരംഭിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും സദാകാലവും